ജിജിന, എൻ്റെ ഹസ്ബൻഡ് ബിജു, ഞങ്ങളുടെ മകൻ ഗബ്രിയേൽ. ആദ്യമായി അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് 7 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ 8ാമത്തെ വർഷം. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് പ്രകാരം ഞങ്ങൾ 2023 സെപ്റ്റംബർ 18-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തു. ഒരു തിങ്കളാഴ്ച ദിവസം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ഈ 7 വർഷമായിട്ട് ഞങ്ങൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഞാൻ മെഡിസിൻ പൂർണ്ണമായിട്ട് നിർത്തി. ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് ഞാനിവിടെ ഫ്രണ്ടിൽ എൻട്രൻസിൽ വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു തൈലാഭിഷേകത്തിൻ്റെ സ്മെല്ല് കിട്ടി. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറയുകയും ചെയ്തു, അമ്മ എനിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്, അമ്മയ്ക്ക് കിട്ടുന്നുണ്ടോ? അമ്മയും ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഇവിടെ വന്നത്. അപ്പം അമ്മ പറഞ്ഞു ഇല്ല, എനിക്ക് കിട്ടുന്നില്ല. അപ്പം എനിക്ക് മാത്രം അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് അപ്പം തന്നെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി. രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. ഞാൻ തന്നെയല്ല, ഞങ്ങളെ കുടുംബമായിട്ട് എല്ലാവരും കൂടിയാണ് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കിടന്ന ഒരു വീടാണ് എൻ്റേത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കറക്റ്റായിട്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ വളരെ പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. ഞാൻ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ മാസം ഇങ്ങനെ കാർഡ് വെച്ച് നോക്കി, പ്രഗ്നൻസി കിറ്റ് വെച്ച് നോക്കി, ആയില്ല. എനിക്ക് ഭയങ്കര നിരാശയായി, ഭയങ്കര വിഷമമായി. പിന്നെ അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ. കുമ്പസാരിക്കാൻ ഞാൻ ആഴ്ചയിൽ ഇങ്ങനെ അവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആഴ്ചയിൽ കുമ്പസാരിക്കാൻ പോകും. കുമ്പസാരിക്കാനും പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് നമ്മുടെ അഭിഷേകം കളയരുതല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകും. അപ്പം ഞാനിങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് അന്ന് അച്ഛനില്ല. ഒരച്ഛനേ ഉള്ളൂ. 2-3 അച്ഛന്മാരുണ്ടാവേണ്ടതാണ്. അപ്പോൾ ഒരച്ഛനേ ഉള്ളൂ. അപ്പോൾ നിറയെ തിരക്കും. അപ്പം ഞാനും ഇങ്ങനെ ഒത്തിരി നേരം ഒരു 10 മണിയായിട്ട് പോയിട്ട് 2 മണി വരെ നിന്നു ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും ക്ഷീണം, ഒത്തിരി നേരം നിന്നിട്ടായിരിക്കും ക്ഷീണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ച് തിരിച്ച് കുമ്പസാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോന്നു. പിന്നെ എനിക്കൊരു തോന്നൽ, എന്നാൽ നമുക്കൊന്ന് നോക്കിയാലോ. അങ്ങനെ ഞാൻ കാർഡൊക്കെ വാങ്ങി വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇതാണ് പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു. അപ്പം ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഉറപ്പായി. പിന്നെ ഞാൻ അതിന് മുന്നേ 6 മാസത്തോളമായിട്ട് എനിക്ക് വിട്ടുമാറാത്ത തലവേദനയും തലമരവിപ്പും. അപ്പം ഞാനിവിടെ വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് തലമരവിപ്പായിരുന്നു. തലമരവിപ്പും തലവേദനയും വിട്ടുമാറുന്നില്ല. അതിങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി കിടക്കുന്നിടം വരെ അങ്ങനെ തലമരവിപ്പ്. ഡോക്ടർമാരെ കാണുമ്പോൾ പല ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് ആർക്കും അതിനൊരു ഉത്തരവില്ല. എന്നാന്ന് എനിക്കും അറിയത്തില്ല. ആകെ വിഷമിച്ചൊരു സമയം. അപ്പം അങ്ങനെ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് അതങ്ങ് കൂടുകയും ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി എന്നെ പോലും എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തലയിൽ കുരിശ് ഇവിടെ നിന്ന് നമുക്ക് തരുന്ന തൈലം ഉപയോഗിച്ച് തലയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. തലയിൽ കുരിശ് വരയ്ക്കും. കുഞ്ഞിന് വേണ്ടിയിട്ട് ഉദരത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4 മാസത്തിന് ശേഷം എനിക്ക് തലവേദനയും തലമരവിപ്പും പൂർണ്ണമായിട്ടും വിട്ടുമാറി. അതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്, 2ാമത്തെ അനുഗ്രഹം. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന 2 അനുഗ്രഹങ്ങളാണ്. ഞാൻ അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ കിട്ടുന്ന പത്രം വീടിനടുത്തും പോകുന്ന വഴിക്കൊക്കെയുള്ള വീടുകളിലൊക്കെ കയറി കൊടുക്കും. അങ്ങനെ പത്രം കൊടുത്തു. കാരുണ്യ പ്രവൃത്തികൾ ഉപവാസം എടുത്തും ആഴ്ചയിൽ ഒരിക്കലും ഉപവാസം എടുക്കും.
ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ ഇവിടെ നമ്മുടെ അച്ഛൻ്റെ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസമുള്ള ധ്യാനം ഓൺലൈൻ വഴി ഓൺലൈൻ വഴി കൂടും അച്ഛൻ്റെ ധ്യാനം. അപ്പോൾ ഈ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല പ്രാവശ്യം കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് കിട്ടും. അത് സാധാരണ ഞങ്ങൾ വീട്ടിൽ ആ അടുത്തുള്ള വീടുകളിലൊന്നും പകലൊന്നും ആരും കാണില്ല. പിന്നെ എങ്ങനെയാണ് കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് കിട്ടണേ? അപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അനിയത്തി അതേപോലെ എനിക്കും അവൾക്കും ഒരേ സമയം പ്രഗ്നൻസി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞേടി ഇങ്ങനെ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് കിട്ടണുണ്ട്. അപ്പം ഞാനും അവളും കൂടെ ഒന്നിച്ചിരുന്ന അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് ഓൺലൈൻ വഴി. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവളും പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്ക് 2 പേർക്ക് സ്മെല്ല് കിട്ടണുണ്ട്. പരിസരത്തെങ്ങും ഒരു വീട്ടിൽ ആരും ഉണ്ടാവാറില്ല. പകലെല്ലാവരും ജോലിക്ക് പോകും. അപ്പോൾ പകലാരും വീട്ടിലാരും കുന്തിരിക്കാൻ പോയിക്കാറില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള വീടുകളിലൊന്നും ആരും കാണില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്തുള്ള ആൾക്ക് കണ്ണ് കാണാൻ വയ്യാത്ത ആളാണ്. അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുണ്ട്. തീരെ കാണാൻ വയ്യാഴികയല്ല, കാഴ്ചയ്ക്ക് കുറവുണ്ട്. അപ്പോൾ ആൾക്ക് ഹോസ്പിറ്റലിലൊന്നും കൂടെ പോകാനൊന്നും ആരും ഉണ്ടാവാറില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കൂടെ പോകാൻ ഞാനങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ പോണ ആളൊന്നുമല്ല, ഒരു കാര്യത്തിനും പോണ ആളല്ല. കൂടെ പോകാനായിട്ട് സഹായിച്ചു, കൂടെ കൊണ്ടുപോയി മെഡിസിനൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാസത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. മാസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ലേവ്യരുടെ പുസ്തകം 26:9 ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വളർത്തിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. 7 വർഷമായിട്ട് തങ്ങൾക്ക് മക്കളില്ല എന്നും 7 വർഷവും മെഡിസിൻ ഉപയോഗിച്ചിരുന്ന വ്യക്തികളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം നാം ഇവിടെ ഇപ്പോൾ കേൾക്കുമ്പോൾ കൃപാസന അൾത്താരയിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ 25 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് മക്കളെ ലഭിച്ച സാക്ഷ്യവും ഈ അടുത്ത ദിവസം തന്നെ കേട്ടതാണ്. അതായത് ഇവിടെ വാഗ്ദാനപ്രകാരം ദൈവം എങ്ങനെയാണ് പ്രവർത്തന നിരതനാകുന്നത്, അതിന് നാമും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തൻ്റെ പ്രഗ്നൻസി പീരീഡിൽ പോലും ഈ മക്കൾ എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ, അതുപോലെ ഉപവാസം, തനിക്ക് തൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളുള്ളപ്പോൾ പോലും മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുന്ന ഒരു മനോഭാവം, ഇതൊക്കെ ഇന്ന് ഈ കുഞ്ഞുമായിട്ട് ഇവിടെ നിൽക്കുവാനായിട്ട് ഈ ദമ്പതികളെ അനുവദിച്ചു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.